ഹലോ നമസ്കാരം, എല്ലാവർക്കും സൈലം BSc സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്ന് നടന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് സ്റ്റേജ് 2-ൻ്റെ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി ഭാഗങ്ങളിലുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഉത്തരങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേജിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സെക്കൻഡ് സ്റ്റേജ് കുറച്ചും കൂടെ ടഫായിട്ടുള്ളതായിരുന്നു. ചില ചോദ്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പിക്കുന്ന രീതിയിലുള്ളതാണ്. എന്നാലും വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ ചെയ്യാൻ പറ്റാവുന്ന കുറച്ച് ചോദ്യങ്ങളും ഉണ്ട്. എന്തായാലും നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് C ഭാഗത്തു നിന്നുള്ളതാണ്. അപ്പോൾ അവിടെ 51ാമത്തെ ചോദ്യമാണ് മാത്സിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. അതിലേക്ക് പോകാം. ഇൻട്രസ്റ്റിൻ്റെ ചോദ്യമാണ്. സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുന്ന രീതിയിലുള്ള ചോദ്യമാണ്. ചോദ്യം ഒന്ന് നോക്കാം. എ പേഴ്സൺ ഇൻവെസ്റ്റഡ് എ സർട്ടൻ എമൗണ്ട് അറ്റ് എ റേറ്റ് ഓഫ് 8% സിമ്പിൾ ഇൻട്രസ്റ്റ്. ഞാൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഒരു പെർട്ടിക്കുലർ എമൗണ്ടിന് 2 കൊല്ലത്തേക്ക് 8% സിമ്പിൾ ഇൻട്രസ്റ്റ് റേറ്റിൽ ഒരു തുക ഇട്ടിട്ടുണ്ട്. അതേ ആൾ 2 കൊല്ലത്തിന് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് രൂപത്തിൽ ഇടുകയാണെങ്കിൽ അയാളുടെ തുകയുടെ 5% കൂടുതൽ കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണെന്നാണ് ചോദിച്ചത്. ഇക്വേഷൻ വെച്ചിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം സമയമെടുക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് പ്രിൻസിപ്പൽ എമൗണ്ട് 100 എടുത്തിട്ട് തുടങ്ങുക. എന്തിനാ 100 എടുത്ത് തുടങ്ങുന്നതെന്ന് വെച്ചാൽ പ്രിൻസിപ്പൽ എമൗണ്ട് 100 എടുത്താൽ പിന്നെ പേഴ്സൻറ്റേജ് എടുക്കാനൊക്കെ സുഖമാണ്, വലിയ ബുദ്ധിമുട്ടില്ലാതെ കൊണ്ടുപോകാം. അപ്പം 100 രൂപയാണ് ഞാൻ സിമ്പിൾ ഇൻട്രസ്റ്റ് മെത്തേഡിൽ എന്ത് ചെയ്യുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പം 100 രൂപ ഞാൻ സിമ്പിൾ ഇൻട്രസ്റ്റ് മെത്തേഡിൽ ഇൻവെസ്റ്റ് ചെയ്തു. അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് 8%. അപ്പോൾ അവിടെ കിട്ടുന്ന ടോട്ടൽ ഇൻട്രസ്റ്റ് എത്രയായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്ക്. 100ൻ്റെ 8% ആദ്യത്തെ കൊല്ലം ഇൻട്രസ്റ്റ് കിട്ടുക. 100ൻ്റെ 8% എന്ന് പറഞ്ഞാൽ 8. രണ്ടാമത്തെ കൊല്ലവും 8 തന്നെയാണ്. കാരണം സിമ്പിൾ ഇൻട്രസ്റ്റിൽ എല്ലാ കൊല്ലവും ഒരേ ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ആദ്യത്തെ കൊല്ലവും 8, രണ്ടാമത്തെ കൊല്ലവും 8. 100ൻ്റെ 8% എന്ന് പറഞ്ഞാൽ 8. അപ്പോൾ 8 8 16 സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ട് അവിടെ കിട്ടുക. ഇനി ഇതേ എമൗണ്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണെന്നാണ് ചോദിച്ചത്. അവിടെ ഒരു ബന്ധം പറഞ്ഞു. സിമ്പിൾ ഇൻട്രസ്റ്റിൽ നിങ്ങൾ ഇടുമ്പോൾ എത്രയാണോ ഇൻട്രസ്റ്റ് കിട്ടുന്നത് അതിനേക്കാൾ പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ 5% കൂടുതലായിരിക്കും ഇൻട്രസ്റ്റ് വരിക. പ്രിൻസിപ്പൽ എമൗണ്ട് 100 വിചാരിക്കുക. അതിൻ്റെ 5% എന്ന് പറഞ്ഞാൽ 5. അപ്പോൾ 16നോട് 5 കൂട്ടിയാൽ 21 കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വരിക. അപ്പോൾ 21 കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വരുന്ന രീതിയിൽ ഇൻട്രസ്റ്റ് എത്രയാകണമെന്നൊന്ന് ആലോചിച്ച് നോക്ക്. ഒന്ന് ആലോചിച്ച് നോക്കുക. പേഴ്സൻറ്റേജ് 10% കൊടുക്കുമ്പോഴാണ് അങ്ങനെ കിട്ടുക. നോക്ക്, 100ൻ്റെ 10% എത്രയാ? 10 അല്ലേ? 100ൻ്റെ 10% 10. അപ്പോൾ ആദ്യത്തെ കൊല്ലം 100 എമൗണ്ടും പ്ലസ് 10 പലിശയും 110 രൂപയാണ് ആദ്യത്തെ കൊല്ലം കിട്ടുക. ഇനി രണ്ടാമത്തെ കൊല്ലം ആ 110ൻ്റെ 10%, ദാറ്റ് ഈസ് 110 പ്ലസ് 110ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 11, 121 എന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ നോക്ക്, 10% ഇൻട്രസ്റ്റ് വെച്ച് കൊടുത്തപ്പോൾ 21 രൂപ ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ B ആണ്, 10% റൈറ്റ് ആൻസർ ആയിട്ട് കൊടുക്കുക. ആ രീതിയിൽ ചെയ്താൽ മതി, അതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ കുറേ മുമ്പോട്ട് പോകും. ഒന്നും കൂടെ പറഞ്ഞുതരാം, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. 100% അല്ലെങ്കിൽ 100 നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട്. സിമ്പിൾ ഇൻട്രസ്റ്റിലാണെങ്കിൽ 8% പലിശ, അതായത് 8 രൂപ. 8 8 16 2 കൊല്ലത്തിന് പലിശ. നമ്മളോട് പറഞ്ഞത് പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ 5% കൂടുതലായിരിക്കും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ കിട്ടുക. അപ്പോൾ 100ൻ്റെ 5% എന്ന് പറഞ്ഞാൽ 5. 16നോട് 5 കൂട്ടിയാൽ 21 കിട്ടും. 21 ഇൻട്രസ്റ്റ് കിട്ടുന്ന രീതിയിൽ വരണമെങ്കിൽ പേഴ്സൻറ്റേജ്, അതായത് ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാവണമെന്ന് ആലോചിക്കുക. 10% കൊടുത്താലാണ് അങ്ങനെ കിട്ടുക. കാരണം എന്താ? 100ൻ്റെ 10% 110, 110ൻ്റെ 10% 11. അപ്പോൾ ടോട്ടൽ 121 കിട്ടും. അപ്പോൾ 10 ഉത്തരം കിട്ടുക. ഓപ്ഷൻ B ഇസ് ദ റൈറ്റ് ആൻസർ. ആ രീതിയിൽ പോകണം. അടുത്തത്, മാർക്സ് ഒബ്റ്റൈൻഡ് ഇൻ ഇംഗ്ലീഷ് സയൻസ് എക്സാം ആർ ഇൻ ദ റേഷ്യോ 3:2 and science and history in the ratio 3:5. Find the highest mark in the if the average mark is 25. ചെയ്ത് നോക്കാം. 3 സബ്ജക്റ്റുകൾ, ഇംഗ്ലീഷ് ഉണ്ട്, സയൻസ് ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്. ഇംഗ്ലീഷും സയൻസും തമ്മിലുള്ള റേഷ്യോ 3:2. സയൻസും ഹിസ്റ്ററിയും തമ്മിലുള്ള റേഷ്യോ 3:5. അങ്ങനെയാണെങ്കിൽ ഇവർ 3 കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള റേഷ്യോ എങ്ങനെ കാണുക? സിമ്പിളാ. ഈ 2 ഇവിടെ ഇട്ട് കൊടുക്കുക, ഇവിടെ 3 ഇട്ട് കൊടുക്കുക, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3 9, 2 3 6, 2 5 10. ഇത് 3 കൂടെ കമ്പൈൻ ചെയ്യുന്ന റേഷ്യോ എന്ന് പറഞ്ഞാൽ 9:6:10. അതായത് ഇംഗ്ലീഷിന് നമുക്കൊരു 9x എന്ന് കൊടുക്കാം,
ഹിസ്റ്ററി അല്ലെങ്കിൽ സയൻസിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് 6x എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ ഹിസ്റ്ററിയുടെ മാർക്ക് എന്ന് പറയുന്നത് 10x എന്ന് കൊടുക്കാം. നമ്മളോട് പറഞ്ഞു ഇവരുടെ ആവറേജ് എന്ന് പറയുന്നത് 25. അതായത് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് 3 കൊണ്ട് ഹരിച്ചാലാണ് ആവറേജ് കിട്ടുക. ആവറേജ് എന്ന് പറഞ്ഞാൽ സമ്മ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐറ്റ് അല്ലേ. അപ്പോൾ 3 കൂടെ കൂട്ടി 9x + 6x + 10 ഡിവൈഡഡ് ബൈ 10x ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ കിട്ടുന്നതാണ് 25 എന്ന് പറയുന്ന ആവറേജ്. ഈ 3 ഇങ്ങോട്ട് എടുത്താൽ 9x 6x 10x കൂട്ടിയ 25x സമം 25 × 3 എന്ന് കിട്ടുന്നു. 25 വെട്ടിയ x 3 ആണ് കിട്ടുക. അപ്പോൾ അതിൽ ഏറ്റവും ഹയർ മാർക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഹിസ്റ്ററിയുടെ മാർക്കാണ്. ഹിസ്റ്ററിയുടെ മാർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 10x ആണ്. 10 × 3 30 മാർക്കാണ് കിട്ടുക. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. അതാണ് വേ. സെറ്റല്ലേ? അടുത്തതിലേക്ക് പോവാം. The product of a 4-digit number is 1A4B and a single-digit number B is 8A2B. What is the value of the digit A? അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യമാണ്. ഡയറക്റ്റ് മെത്തേഡിലൊക്കെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സമയമെടുക്കും. ഓപ്ഷൻ വൈസ് കൊണ്ടുപോകുന്നതാണ് നല്ലത്. അതായത് ചോദ്യം ആദ്യം മനസ്സിലാക്കുക. 1A 4B എന്ന് പറയുന്ന സംഖ്യയെ ബി എന്ന് പറയുന്ന ഒരു സിംഗിൾ ഡിജിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 8A 2B കിട്ടുന്നുണ്ടെങ്കിൽ എയുടെ വില എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ വൈസ് നോക്കാം. ആദ്യം നോക്കുമ്പോൾ ഇവിടെയും ബി ആണ്, ഇവിടെയും ബി ആണ്. അറ്റങ്ങൾ രണ്ടും ഗുണിച്ചപ്പോൾ അവസാനം കിട്ടുന്നത് ബി ആ. അങ്ങനെ കിട്ടുന്ന നമ്പറുകൾ ഏതൊക്കെയാണ്? 1 ആണെങ്കിൽ അത് നടക്കും. 1 × 1 അവസാനം 1 കിട്ടുന്നുണ്ട്. ബി 2 ആണെങ്കിൽ നടക്കുമോ? 2 2 4 അവസാനം 4 കിട്ടുക. ബി തന്നെ വരില്ല, 2 തന്നെ വരില്ല. അതായത് ബീനെ ബി കൊണ്ട് ഗുണിച്ചാൽ ബി തന്നെ വരണം ലാസ്റ്റ്. അങ്ങനത്തെ നമ്പർ ഏതാ? 1 നടക്കൂല, 2 2 4 നടക്കൂല, 1 നടക്കട്ടോ. 2 2 4 നടക്കൂല, 3 3 9 ലാസ്റ്റ് വരുന്നത് 3 അല്ല, 4 4 16 6 ലാസ്റ്റ് വരുന്നത് 4 അല്ല, 5 5 25 5 ലാസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ 5 ഇട്ട് നോക്കിയാൽ ചിലപ്പോൾ നടക്കും. അപ്പോൾ 1A 4B എന്നുള്ളടത്ത് 5 ഇട്ട് കൊടുത്തു ഇൻറ്റു B 5. അപ്പം താഴെ കിട്ടുക 8A 2 5. ഒന്ന് ചെയ്ത് നോക്ക്. 5 5 25 2 ശിഷ്ടം. 4 5 20 2 22 കറക്റ്റായിട്ട് വരുന്നുണ്ട് ശിഷ്ടങ്ങൾ, 2 ശിഷ്ടം. ഇനി A × 5 ചെയ്തിട്ട് ഈ ശിഷ്ടം കൂടെ കൂട്ടിയ A തന്നെ അവിടെ വരണമെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കേണ്ട നമ്പർ 7 ആയിരിക്കും. അപ്പോൾ 7 അവിടെ ഒന്ന് റീപ്ലേസ് ചെയ്ത് നോക്ക്. എക്കുള്ള സ്ഥലത്ത് 7 ഇട്ട് കൊടുത്തു. 7 5 35, 35 രണ്ടും കൂട്ടിയ 37 കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ കിട്ടുക 37 കറക്റ്റായി. 3 ശിഷ്ടം. 5 5 5 3 8 കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ സ്ഥാനത്ത് നമ്മൾ കൊടുക്കേണ്ട നമ്പർ 7 ആണ്. ഓപ്ഷൻ ഡി. ഇതാണ് ഐഡിയ. ഈ രീതിയിൽ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. അല്ലാത്ത രീതിയിൽ സ്പ്ലിറ്റ് ചെയ്തിട്ടൊക്കെ ശരിക്കും എന്താ പറയുക, 1A4B എന്ന് പറഞ്ഞാൽ 1 × 1000 പ്ലസ് A × 100 പ്ലസ് 4 × 10 പ്ലസ് B എന്നൊക്കെ പറഞ്ഞ് സിംപ്ലിഫിക്കേഷൻ ചെയ്ത് പോവുകയാണെങ്കിൽ അത്യാവശ്യം സമയം എടുക്കും. അതിലേക്ക് പോകരുത്. ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുന്നതാണ് നല്ലത്. ഓപ്ഷൻ ഡി 7 ആണ് ഉത്തരം കിട്ടുക. അടുത്തത് 1/2 × 3 പ്ലസ് 1/3 × 4 പ്ലസ് 1/4 × 5 പ്ലസ് 1/5 × 6 പ്ലസ് എക്സെട്ര 1/9 × 10. 1/2 3 പിന്നെ 3 4 പിന്നെ 4 5 5 6 ഈ രൂപത്തിൽ പോകുന്ന സീരീസിനെ നമ്മൾ ടെലസ്കോപ്പിക് സീരീസുകൾ എന്നാണ് വിളിക്കുക. ടെലസ്കോപ്പിക് സീരീസ് എന്ന് വിളിക്കും. ഇങ്ങനെയുള്ള ടെലസ്കോപ്പിക് സീരീസിൻ്റെ ഉത്തരം കിട്ടാനായിട്ട് ഈ ആദ്യത്തെ ഫ്രാക്ഷനും അവസാനത്തെ ഫ്രാക്ഷനും സബ്ട്രാക്ട് ചെയ്താൽ മതി. 1/2 മൈനസ് അവസാനത്തെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 1/10. 1/2 മൈനസ് 1/10 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 മൈനസ് 2 8/2 × 10 20 എന്ന് കിട്ടുന്നു. ചെറുതാക്കുമ്പോൾ 8 20 4 ഉണ്ട്. 8 2 4 20 5 4 ഉത്തരം 2/5 ഓപ്ഷൻ സി എന്ന് കിട്ടുന്നു. ഇതാണ് ഐഡിയ. ഒന്നും കൂടെ പറയാം. ഈ രൂപത്തിലുള്ള സീരീസിനെ ടെലസ്കോപ്പിക് സീരീസ് എന്നൊക്കെയാണ് പറയുക. അതിൻ്റെ സൊല്യൂഷൻ കിട്ടാനായിട്ട് ആദ്യത്തെ ഫ്രാക്ഷനും അവസാനത്തെ ഫ്രാക്ഷനും തമ്മിൽ മൈനസ് ചെയ്താൽ മതി. ശരിക്കും ഇതെങ്ങനെ എഴുതുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. 1/2 × 3 എന്ന് പറഞ്ഞാൽ ശരിക്ക് 1/2 മൈനസ് 1/3 ഇത് ചെയ്താൽ അതാ കിട്ടുക. അതേപോലെ 1/3 × 4 എന്ന് പറഞ്ഞാൽ ശരിക്ക് 1/3 മൈനസ് 1/4 1/4 × 5 എന്ന് പറഞ്ഞാൽ ശരിക്ക് 1/4 മൈനസ് 1/5 ഇത് ചെയ്ത അയാളെ കിട്ടുക. അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് വെച്ച് നോക്കാം എങ്ങനെയാണിത് ക്യാൻസൽ ആവുന്നത് എന്നുള്ള കാര്യം ഒന്ന് പറഞ്ഞു നോക്കാം. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. 1/2 × 1/3 ശരിക്കും ആരാ? 1/2 മൈനസ് 1/3. 1/3 × 1/4 1/3 മൈനസ് 1/4.
1/4 × 1/5, 1/4 - 1/5 എക്സെട്ര ഇങ്ങനെ പോയി ലാസ്റ്റ് 1/9 - 1/10 എന്ന് കിട്ടുന്നു. -1/3 + 1/3 വെട്ടി, -1/4 + 1/4 വെട്ടി, -1/5 ഇവിടെ ഒരു -1/5 വെട്ടി, പിന്നെ ഇവിടെ ഒരു +1/9 -1/9 വെട്ടും. ലാസ്റ്റ് ബാക്കി ഉണ്ടാവുക 1/2 - 1/10. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഉത്തരം കിട്ടുന്നു 2/5. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. അതാണ് പരിപാടി. അടുത്തത്, A student scored 30% in an exam. He needs 10% more of his marks to pass the exam. What is the pass percentage? അതായത് ഒരു കുട്ടിക്ക് 30% മാർക്ക് എക്സാമിനുണ്ട്. 10% മാർക്കും കൂടെ കിട്ടിയിരുന്നെങ്കിൽ അയാൾക്ക് എന്താകായിരുന്നു? എക്സാം പാസ്സാവായിരുന്നു. അങ്ങനെയാണെങ്കിൽ പാസിന് വേണ്ട മാർക്ക് എത്രയാ? 30 + 10 40% എന്ന് തോന്നും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഒരു കുട്ടിക്ക് 30% കിട്ടി. ഇനി ആ 30%ൻ്റെ 10% കൂടെ കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ പാസ്സാവായിരുന്നു. 30%ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 30% × 10/100 0 വെട്ടുന്നു. അപ്പോൾ കിട്ടുക 3%. അപ്പോൾ 30%ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 3%. അപ്പോൾ 3% കൂടെ എക്സ്ട്രാ കിട്ടിയിരുന്നെങ്കിൽ പാസ്സാവായിരുന്നു. അപ്പോൾ പാസ്സാവാൻ വേണ്ട മാർക്ക് എന്ന് പറയുന്നത് 33%. ഓപ്ഷൻ എ. സിമ്പിളായിട്ടുള്ള ചോദ്യം. അടുത്തത്, A car travels 120 km with speed 80 km/h. Next 110 km at 110 km/h and final 90 at 60 km/h. What is the average speed of the car? അതായത് ഒരു കാറ് 3 ഡിഫറൻറ്റ് ദൂരം പോവുക. ആദ്യത്തെ 120 km ദൂരം കാറ് പോയ സ്പീഡ് 80 km/h. അടുത്ത 110 km ദൂരം കാറ് പോയ സ്പീഡ് 110 km/h. അവസാനത്തെ 90 km ദൂരം കാറ് പോയ സ്പീഡ് 60 km/h. നമ്മളോട് ചോദിച്ചത് ആവറേജ് സ്പീഡ് എന്താണ്. ഇങ്ങനെ ഡിഫറൻറ്റ് ഡിസ്റ്റൻസുകളും ടൈമും തന്നിട്ട് ആവറേജ് സ്പീഡ് കാണാൻ ചോദിച്ചാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ചെയ്താൽ മതി. ഇവിടുത്തെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്താ? 120ഉം 110ഉം 90ഉം കൂട്ടിയാൽ ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടുക 320 km എന്ന് കിട്ടും. ടോട്ടൽ ടൈം എത്രയാ? ടോട്ടൽ ടൈം ഇവിടെ തന്നിട്ടില്ല, പകരം തന്നത് സ്പീഡാണ്. അപ്പോൾ ആദ്യം നമ്മൾ ടോട്ടൽ ടൈം കണ്ടെത്താം. നമുക്കറിയാം ടൈം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. അപ്പോൾ ഇവിടുത്തെ ടൈം എന്തായിരിക്കും? ഡിസ്റ്റൻസ് 120, സ്പീഡ് 80. അപ്പോൾ 120/80 എന്ന് കിട്ടുന്നു. 1.5 ഹവറാണ് ഇവിടുത്തെ ടൈം കിട്ടുക. അടുത്ത ഇവിടുത്തെ ടൈമോ? ടൈം കാണാൻ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. 110/110 1 ഹവറാണ് ഇവിടുത്തെ ടൈം. ഇവിടുത്തെ ടൈം എത്രയാ? ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഡിസ്റ്റൻസ് 90 ആണ്, സ്പീഡ് 60. 90/60 ചെറുതാക്കിയ 1.5 ഹവർ എന്ന് കിട്ടുന്നു. അപ്പോൾ ടോട്ടൽ ടൈം 1.5 1.5 3 3 1 4 എന്ന് കിട്ടുന്നുണ്ട്. 320 ഹരിക്കണം 4, 32 8 4. അപ്പോൾ 320 80 ആണ് ആവറേജ് സ്പീഡ് കിട്ടുക. 80 km/h. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. അതാണ് രീതി. അപ്പോൾ ആവറേജ് സ്പീഡ് കാണാൻ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈമാണ്. ടോട്ടൽ ഡിസ്റ്റൻസ് 120 110 90 കൂട്ടുക. ടോട്ടൽ ടൈം അവിടെ തന്നിട്ടില്ല, കണ്ടെത്തണം. ടൈം കാണാൻ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഡിസ്റ്റൻസ് 120, സ്പീഡ് 80, ഡിവൈഡ് ചെയ്യുമ്പോൾ 1.5 ഹവർ. ഇവിടെ 1 ഹവർ, അടുത്തത് 1.5 ഹവർ. ടോട്ടൽ കിട്ടുക 4 ഹവർ. ഉത്തരം 80 km/h. സെറ്റ്. അടുത്തത്, ക്യൂബ് റൂട്ട് ഓഫ് AB ഇൻറ്റു 6th റൂട്ട് ഓഫ് A⁴ ഇൻറ്റു B⁴. ചെയ്ത് നോക്കാം. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ എത്രയാണ് കിട്ടുക എന്നാണ് ചോദിച്ചത്. അതായത് ക്യൂബ് റൂട്ട് ഓഫ് AB ഇൻറ്റു 6th റൂട്ട് ഓഫ് A⁴ ഇൻറ്റു B⁴ മൾട്ടിപ്ലൈ ചെയ്താൽ എത്രയാണ് കിട്ടുക? ചെയ്ത് നോക്കാം. ക്യൂബ് റൂട്ട് ഓഫ് AB എന്ന് പറഞ്ഞാൽ ശരിക്കും AB⁻1/3 എന്ന് എഴുതാം. ഇൻറ്റു 6th റൂട്ട് ഓഫ് A⁴ B⁴ എന്ന് പറഞ്ഞാൽ A⁴ ഇൻറ്റു B⁴ (1/6) എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് AB⁻1/3 ഇൻറ്റു A⁴ ഇൻറ്റു B⁴ AB⁻4 എന്ന് എഴുതാം. കുഴപ്പമില്ല, ഒരു (1/6) ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ AB⁻1/3 എന്ന് കിട്ടുന്നു. ഇൻറ്റു നമ്മൾ പഠിച്ചിട്ടുണ്ട് A⁻m(n) എന്ന് പറഞ്ഞാൽ A⁻mn. അപ്പോൾ AB⁻4 (1/6) എന്ന് പറഞ്ഞാൽ AB⁴/6 എന്ന് കിട്ടുന്നു. ആ 4/6 ഒന്ന് ചെറുതാക്കാം, 2/3 എന്ന് എഴുതാം. അപ്പോൾ 4/6 പകരം ഞാൻ 2/3 കൊടുത്തു, കുഴപ്പമില്ല. അപ്പോൾ AB⁻2/3 എന്ന് കിട്ടുന്നു. ഇനി നമ്മൾ ബേസ് തുല്യമായിട്ടുള്ള എക്സ്പൊണൻസുകൾ കൂട്ടാൻ പഠിച്ചിട്ടുണ്ട്. A⁻m ഇൻറ്റു A⁻n എന്ന് പറഞ്ഞാൽ AM+n. അതേപോലെ AB⁻1/3 ഇൻറ്റു AB⁻2/3 എന്ന് പറഞ്ഞാൽ AB⁻1/3 + 2/3 എന്നാണ് കിട്ടുക.
ദാറ്റ് ഈസ് എ ബി റേസ് ടു 1/3 2/3 കൂട്ടിയാൽ 3/3 എന്നാ കിട്ടുക. എ ബി റേസ് ടു 1 അത് എ ബി തന്നെയാണ്. ഉത്തരം ഓപ്ഷൻ എ. ഇതാണ് എക്സ്പോണൻസിൻ്റെ റൂള്. അത് വെച്ചിട്ടുള്ള ചോദ്യം. അടുത്തത്, if the sixth term of an arithmetic progression is 12, what is the first 11 terms of the AP? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു എ പിയുടെ സമ്മ് കാണാൻ മറ്റൊരു ഇക്വേഷൻ ഉണ്ട്, മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ഐറ്റം ചെയ്താൽ മതി. ഒരു എ പിയുടെ സമ്മ് കാണാനായിട്ട് വേറൊരു ഇക്വേഷൻ ഉണ്ട്, ആ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കുക. ഒരു എ പിയുടെ സമ്മ് കാണാനായിട്ട് മറ്റൊരു ഇക്വേഷൻ മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ഐറ്റം. ഇവിടുത്തെ മിഡിൽ ടേം ഏതാ? 11 ടേമുകൾ ഉണ്ടെങ്കിൽ നടുവിലുള്ള ടേം എന്ന് പറയുന്നത് 6ാമത്തെ ടേം. അപ്പോൾ 6ാമത്തെ ടേം ആണ് മിഡിൽ ടേം. അത് എത്രയാന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്? 12. അപ്പോൾ മിഡിൽ ടേം 12 ഇൻറ്റു നമ്പർ ഓഫ് ഐറ്റം എത്രയാ? 11. 11 ഇൻറ്റു 12 ചെയ്താൽ 132 ഉത്തരം കിട്ടും. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. അതാണ് വഴി. അടുത്ത നോക്കാം. A wooden article is made by scooping out a hemisphere of radius r from each end of a solid cylinder with radius r and height h. What is the surface area of the article? 3D എന്നുള്ള ചോദ്യമാണ്. ജസ്റ്റ് ഒന്ന് പറയാം, ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മുടെ കയ്യിലൊരു സിലിണ്ടർ ഉണ്ട്, മരം കൊണ്ടുള്ള ഒരു സിലിണ്ടർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇയാളാണ് ആ സിലിണ്ടർ. ആ സിലിണ്ടർ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി. ഇതാണ് നമ്മുടെ കയ്യിലുള്ള സിലിണ്ടർ എന്ന് പറയുന്നത്. ഇനി നമ്മളോട് പറഞ്ഞത് ഈ സിലിണ്ടറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ആരാന്ന് പറഞ്ഞിട്ടുണ്ട്? ആറാന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൈറ്റ് എന്ന് പറയുന്നത് എച്ച് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞത് ഈ സിലിണ്ടറിൻ്റെ മുകളിൽ നിന്നും താഴെ നിന്നും 2 ഈക്വൽ ആയിട്ടുള്ള ഹെമിസ്ഫിയറുകൾ എന്ത് ചെയ്യുക? കട്ട് ചെയ്തെടുക്കുക. ഈ സിലിണ്ടറിൻ്റെ മുകളിൽ നിന്നും താഴെ നിന്നും 2 ഹെമിസ്ഫിയറുകൾ എന്ത് ചെയ്തു? കട്ട് ചെയ്തെടുത്തു. അപ്പം ഞാൻ ആ ഹെമിസ്ഫിയർ കാണിച്ചു തരാം. ഒരു ഹെമിസ്ഫിയർ ഇവിടെ നിന്ന് കട്ട് ചെയ്തു, അടുത്ത ഹെമിസ്ഫിയർ ഇവിടെ നിന്ന് കട്ട് ചെയ്തു. നമ്മളോട് ചോദിച്ചത് ഈ രൂപത്തിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എത്രയാണ്? അപ്പോൾ ഒന്ന് ആലോചിച്ചാൽ ആ രൂപം ഒന്ന് മനസ്സിൽ വേണം. എങ്ങനെയാണ് ആ രൂപം ഉണ്ടാവുക എന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ആ രൂപം മാത്രം ഞാനിവിടെ നിന്ന് കാണിക്കാം. ആ രൂപത്തിൽ ഉണ്ടാവുന്ന സാധനം എന്ന് പറഞ്ഞാൽ മുകളിലും താഴെയും സ്ഫിയറിൻ്റെ ഷേപ്പിൽ കുഴിഞ്ഞിട്ടുള്ള ഒരു സിലിണ്ടർ ഉണ്ടാവും. അപ്പോൾ ഒരു സിലിണ്ടർ, അതിൻ്റെ മുകളിൽ നിന്നൊരു ഹെമിസ്ഫിയർ തുരന്നെടുത്തു, താഴേന്ന് ഒരു ഹെമിസ്ഫിയർ തുരന്നെടുത്തു. അപ്പോൾ ഒരു സിലിണ്ടറിൻ്റെ രൂപമല്ല അതിനുണ്ടാവുക. ഈ സൈഡ് ഫുള്ള് സിലിണ്ടർ ആയിരിക്കും. മുകളിൽ ഇങ്ങനെ ഒരു സ്കൂപ്പ് ചെയ്ത ഭാഗം ഉണ്ടാവും, താഴെ ഒരു സ്കൂപ്പ് ചെയ്ത ഭാഗം ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കാണാൻ വേണ്ടിയിട്ട് ആദ്യം സിലിണ്ടറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്തായാലും ഉണ്ടാവും. ഇപ്പോൾ ഇതൊരു സിലിണ്ടർ ആണെങ്കിൽ ഇതിൻ്റെ ചുറ്റുമുള്ള ഭാഗം എന്തായാലും ഉണ്ടാവും. സിലിണ്ടറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ അല്ലെങ്കിൽ സിലിണ്ടറിൻ്റെ ഈ കേർവ്ഡ് സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ 2πrh. സിലിണ്ടറിൻ്റെ കേർവ്ഡ് സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ 2πrh. ഈ ഭാഗം എന്തായാലും ഉണ്ടാവും, അത് തുരന്നിട്ടില്ല. ഇനി മുകളിൽ നിന്നൊന്ന് എന്ത് ചെയ്തു? ഒരു ഹെമിസ്ഫിയർ തുരന്നു. അപ്പോൾ മുകളിൽ ഇപ്പോൾ കാണുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ആ ഹെമിസ്ഫിയറിൻ്റെ വളഞ്ഞ ഭാഗം മാത്രമാണ്, അല്ലെങ്കിൽ ഹെമിസ്ഫിയറിൻ്റെ കേർവ്ഡ് ആയിട്ടുള്ള ഭാഗം മാത്രമാണ്. ഹെമിസ്ഫിയറിൻ്റെ കേർവ്ഡ് സർഫസ് ഏരിയ 2πr². അപ്പോൾ 2πrh സൈഡിൽ, പിന്നെ മുകളിൽ ഹെമിസ്ഫിയറിൻ്റെ കേർവ്ഡ് സർഫസ് ഏരിയ 2πr². താഴെ ഒരു ഹെമിസ്ഫിയർ ഉണ്ട്, അതിൻ്റെയും കേർവ്ഡ് സർഫസ് ഏരിയ 2πr². അപ്പോൾ ടോട്ടൽ 2πrh പ്ലസ് 2πr² 2πr² കൂട്ടിയ 4πr². ഇതാണ് ഉത്തരം. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ആ രീതിയിലാണ് ചെയ്യുക. അപ്പോൾ ഐഡിയ മനസ്സിലാക്കണം. ആ രൂപം മനസ്സിൽ വേണം, അങ്ങനെയാണെങ്കിൽ എളുപ്പമാണ്. സിലിണ്ടർ, അതിൻ്റെ കേർവ്ഡ് സർഫസ് ഏരിയ 2πrh, മുകളിൽ ഒരു സ്ഫിയർ തുറന്ന് വെച്ചിട്ടുണ്ട്, സ്ഫിയറിൻ്റെ കേർവ്ഡ് സർഫസ് ഏരിയ 2πr². താഴെ ഒരു സ്ഫിയർ ഉണ്ട്, അതിൻ്റെയും കേർവ്ഡ് സർഫസ് ഏരിയ 2πr². ടോട്ടൽ 2πrh പ്ലസ് 2πr² 2πr² കൂട്ടിയ 4πr². അടുത്തത്, എ ക്യാൻ കൺസ്ട്രക്ട് ദ ബേസ്മെൻറ്റ് ഓഫ് എ ബിൽഡിംഗ് ഇൻ 20 days. എ എന്ന് പറയുന്നത് ഒരു ബിൽഡിംഗ് 20 ദിവസം കൊണ്ട് പണി തീർക്കും. ബി എന്ന് പറയുന്നത് അതേ പണി 30 ദിവസം കൊണ്ട് തീർക്കും. സി അതേ പണി 60 ദിവസം കൊണ്ട് തീർക്കും. അങ്ങനെയാണെങ്കിൽ ഇവർ ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് പണി തീരും? ആദ്യം ഇവിടുത്തെ വർക്ക് എത്രയാണെന്ന് കാണാൻ LCM മെത്തേഡ് ഉപയോഗിക്കുക. ഈ 3 സംഖ്യകളുടെയും LCM കണ്ടാൽ ഇവിടുത്തെ വർക്ക് കിട്ടും. ഈ 3 സംഖ്യകളുടെ LCM 60. അപ്പോൾ ഇവിടുത്തെ വർക്ക് എന്ന് പറയുന്നത് 60. ഇനി എഫിഷ്യൻസി കാണും, ഓരോരുത്തരുടെയും എഫിഷ്യൻസി കാണും. എൻ്റെ എഫിഷ്യൻസി കാണാൻ 20നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ 60 കിട്ടുക നോക്കുക. 20നെ 3 കൊണ്ട് ഗുണിച്ചാൽ 60. അപ്പോൾ എൻ്റെ എഫിഷ്യൻസി 3. 30നെ 2 കൊണ്ട് ഗുണിച്ചാൽ 60 കിട്ടുക, ബീൻ്റെ എഫിഷ്യൻസി 2. 60നെ 1 കൊണ്ട് ഗുണിച്ചാൽ 60 കിട്ടുക, സീൻ്റെ എഫിഷ്യൻസി 1. അപ്പോൾ ടോട്ടൽ എഫിഷ്യൻസി എത്രയാ? എൻ്റെയും ബീൻ്റെയും സീൻ്റെയും കൂടെ ടോട്ടൽ എഫിഷ്യൻസി 3ഉം 2ഉം 5ഉം 1ഉം 6. നമ്മളോട് പറഞ്ഞത് ഇവരെല്ലാം കൂടെ ഒരുമിച്ച് പണിയെടുത്താൽ എത്ര ദിവസം കൊണ്ട് പണി തീരും? ടൈം കാണാൻ വർക്ക് ബൈ എഫിഷ്യൻസിയാണ്. വർക്ക് 60 ടോട്ടൽ എഫിഷ്യൻസി 6. 60/6 10. 10 ദിവസം കൊണ്ടാണ് അവർ ഒരുമിച്ച് ചെയ്താൽ വർക്ക് തീരുക. സെറ്റ്. അടുത്ത ചോദ്യം,
ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. ബിറ്റ്, ബൈറ്റ്, നിബിള്, കിലോ ബൈറ്റ്, ഇതാണ് ചോദ്യം. അതായത് താഴെ നിന്ന് ഒറ്റപ്പെട്ടത് ആരാന്ന് കണ്ടെത്തുക. ശരിക്കും ITth ചോദ്യമാണ്. അതിലൊരു 2 സാധനങ്ങൾ വരാറുണ്ട്. ശരിക്കും പെട്ടെന്ന് കണ്ടാൽ ബിറ്റ് എന്നാണ് തോന്നുക, അല്ലേ? പെട്ടെന്ന് കണ്ടാൽ ബിറ്റ് എന്ന് പറയാനാണ് തോന്നുക. ബിറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക് യൂണിറ്റാണ്. ബൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാ? 4 ബിറ്റാണ് ബൈറ്റ് എന്ന് പറയുന്നത്, 4 ബിറ്റ്. നിബിൾ എന്ന് പറഞ്ഞാൽ 8 ബിറ്റാണ് നിബിൾ എന്ന് പറയുന്നത്. കിലോ ബൈറ്റ് എന്ന് പറഞ്ഞാൽ 1024 ബൈറ്റാണ് കിലോ ബൈറ്റ് KB. 1024 ബൈറ്റാണ് KB വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും ബിറ്റ് ബേസിക് യൂണിറ്റ് ആയിട്ട് ബിറ്റ് എന്ന് പറയാറുണ്ട്. പക്ഷെ കുറച്ചും കൂടെ നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് ബിറ്റ് 1 ബിറ്റാണ്. അടുത്തത് ബൈറ്റ് എന്ന് പറഞ്ഞാൽ 4 ബിറ്റാണ്. ബൈറ്റ് 4 ബിറ്റാണ് വരുന്നത്. നിബിൾ എന്ന് പറഞ്ഞാൽ 8 ബിറ്റാണ് വരുന്നത്. അതിൽ കുറച്ചും കൂടെ ഹയർ ആയിട്ട്, ഭയങ്കര ഹൈ ആയിട്ട് വരുന്നത് ആരാണ്? കിലോ ബൈറ്റ് ആണ്. അത് കുറച്ചും കൂടെ ഹയർ ആയിട്ടുള്ള യൂണിറ്റ് ആയതുകൊണ്ട് ഓപ്ഷൻ D ആയിരിക്കാം റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കാം. ഓപ്ഷൻ D ഇസ് ദ റൈറ്റ് ആൻസർ, കിലോ ബൈറ്റ്. അതായിരിക്കും ഉത്തരം കിട്ടുക, കിലോ ബൈറ്റ് ആയിരിക്കും. 2 രീതിയിൽ പറയാം. വേണമെങ്കിൽ അതിനെ ചാലഞ്ച് ചെയ്യാവുന്നതാണ്. കാരണം ബിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ബേസിക് യൂണിറ്റ് ആയതുകൊണ്ട്, ബിറ്റ് ആയതുകൊണ്ട് ബിറ്റ് ഓഡ് വൺ ഔട്ടായിട്ട് പുറത്തേക്ക് എടുക്കാം. പക്ഷേ കിലോ ബൈറ്റ് ആവും പറയുന്നുണ്ട്. കിലോ ബൈറ്റും ഉണ്ട് കേട്ടോ, 1024. ബാക്കിയുള്ളതൊക്കെ ചെറിയ നമ്പേഴ്സ് ആയിട്ട് വരുന്നു. മറ്റേതൊരു വലിയ ഭയങ്കരമായിട്ടുള്ള ക്വാണ്ടിറ്റിയാണ്. ഓപ്ഷൻ D കിലോ ബൈറ്റ് ആണ് ഉത്തരമായിട്ട് വരിക. അടുത്ത് മാത്ത് 42 ആണെങ്കിൽ ലോജിക്ക് 61 ആണെങ്കിൽ ഡാറ്റ എത്രയാണെന്നാണ് ചോദിച്ചത്. അതൊരു കയ്യിൽ നിന്ന് പോയ ചോദ്യമാണ്. അത് കറക്റ്റ് ആയിട്ടുള്ളതല്ല. അതിൻ്റെ ഉത്തരം റോങ് ആണ്. അത് മിക്കവാറും ക്യാൻസൽ ആവാനാണ് സാധ്യത. കാരണം അതിൻ്റെ ലോജിക്ക് ഫസ്റ്റത്തേന് കറക്റ്റായിട്ട് ആ ലോജിക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ രണ്ടാമത്തേന് അത് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. എമ്മിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 13, A 1 ആണ്, T എന്ന് പറയുന്നത് 20 ആണ്, H എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ 20, 10, 30, 33, 33, 1, 34, 34, 8, 42 കിട്ടുന്നുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ സമ്മ ചെയ്താൽ 42 കിട്ടുന്നുണ്ട്. ലോജിക്കിന് ഇതേ റൂള് വരണം. പക്ഷേ ലോജിക്കിന് സമ്മ ചെയ്താൽ 46 ആണ് കിട്ടുക, 61 അല്ല കിട്ടുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് അതല്ല അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ മിക്കവാറും ഒന്നെങ്കിൽ അത് തിരിഞ്ഞു പോയതായിരിക്കും. കാരണം മാത്തിന് കറക്റ്റായിട്ടുള്ളൊരു ലോജിക്ക് അവിടെ തന്നിട്ടുണ്ട്, മറ്റേതിന് കറക്റ്റായിട്ടുള്ളൊരു ലോജിക്ക് തന്നിട്ടില്ല. അപ്പോൾ മിക്കവാറും ക്യാൻസൽ ആവാൻ സാധ്യത ഉണ്ടായിരിക്കും. ഇനി അതിനും മുകളിലേക്കായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. അപ്പോൾ എന്തായാലും മോസ്റ്റ് പ്രോബബിലി അത് ക്യാൻസൽ ആവാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ഒരു പ്രോപ്പർ അറേഞ്ച്മെൻറ്റ് കാണുന്നില്ല. അടുത്തത് ABDEHIMN എന്ന് പറയുന്ന റൂള് നോക്കാം. അതിൽ ഫസ്റ്റ് ലെറ്റേഴ്സ് മാത്രം നോക്കിയാൽ തന്നെ മതി. A കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് D ആണ്. D കഴിഞ്ഞിട്ട് അടുത്തത് H ആണ് വരുന്നത്. H കഴിഞ്ഞിട്ട് M ആണ് വരുന്നത്. M കഴിഞ്ഞാൽ അടുത്തത് ആര് ഫസ്റ്റ് വരും നോക്കിയാൽ മതി. ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ട് തന്നെ ഉത്തരം കണ്ടെത്താം. Aനോട് 3 കൂട്ടിയാലാണ് D കിട്ടുക. Dനോട് 4 നമ്പർ കൂട്ടിയാൽ H കിട്ടുക. Hനോട് 5 നമ്പർ കൂട്ടിയാൽ M കിട്ടുക. അടുത്തത് Mനോട് 6 നമ്പർ കൂട്ടിയാലായിരിക്കും കിട്ടുക. കിട്ടുന്ന S ആ. S ഫസ്റ്റ് ലെറ്റർ ആയിട്ട് വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ C ഇസ് ദ റൈറ്റ് ആൻസർ. ഫസ്റ്റ് ലെറ്റർ നോക്കിയാൽ തന്നെ ഉത്തരം കിട്ടും. ST ആണ് ഉത്തരം കിട്ടുക. ST. അടുത്ത് A girl start from point A, walks 4 meter east, 3 meter north, 4 meter west and 3 meter south. Where is she now? അവളിപ്പോൾ എവിടെയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഒന്ന് വരച്ചു നോക്കിയാൽ മതി, കറക്റ്റായിട്ട് കിട്ടും. വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കാം. എന്തൊക്കെയാണ് എവിടേക്കാണെന്നുള്ള കാര്യം ഒന്ന് വരച്ചു നോക്കിയാൽ തന്നെ ഏകദേശം മനസ്സിലായിക്കോളും. അപ്പോൾ നോക്കാം. ഇവിടെയാണ് എന്ത് വരിക? നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്നുള്ള കാര്യം നോക്കാം. ഒരു ഗേള് ആദ്യം എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞത് സ്റ്റാർട്ട് ഫ്രം പോയിന്റ് A എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ആയിക്കോട്ടെ A പോയിന്റ്. ആ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈസ്റ്റിലേക്ക് 4 മീറ്റർ നടന്നു. ഈസ്റ്റിലേക്ക് 4 മീറ്റർ നടന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ എത്തി. 4 മീറ്റർ നടന്ന് ഇവിടെ എത്തി. അവിടുന്ന് 3 മീറ്റർ നോർത്തിലേക്ക് നടന്നു എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് നോർത്തിലേക്ക് 3 മീറ്റർ നടന്നു എന്ന് പറഞ്ഞാൽ അതാ ഇവിടെ എത്തി കുട്ടി. ഇപ്പോൾ 3 മീറ്റർ നടന്നിട്ട് അവിടുന്ന് വെസ്റ്റ് സൈഡിലേക്ക് 3 മീറ്റർ നടന്നു എന്ന് പറഞ്ഞല്ല, വെസ്റ്റിലേക്ക് 4 മീറ്റർ നടന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് വെസ്റ്റിലേക്ക് 4 മീറ്റർ നടന്നു. അപ്പോൾ ഇവിടെയാണ് കുട്ടി ഇപ്പോൾ എത്തിയത്. ഇവിടെ എത്തി. അവിടുന്ന് വീണ്ടും സൗത്തിലേക്ക് 3 നടന്നു എന്ന് പറഞ്ഞാൽ അവിടുന്ന് വീണ്ടും സൗത്തിലേക്ക് 3 നടന്നു എന്ന് പറഞ്ഞാൽ ആ താഴോട്ട് 3 നടന്നു, ഇങ്ങോട്ട് 3 മീറ്റർ നടന്നു. ഇപ്പം എത്തിയത് A എന്ന് പറയുന്ന പൊസിഷനിൽ തന്നെയാണ്. അപ്പോൾ ഓപ്ഷൻ B അറ്റ് A ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത് ബുക്ക് നോളജ് ആണെങ്കിൽ ഫുഡ് എന്താന്ന്, അതായത് ബുക്ക് വായിച്ചാൽ നോളജ് കിട്ടും, ഫുഡ് കഴിച്ചാൽ എനർജി കിട്ടും. ഓപ്ഷൻ B ഇസ് ദ റൈറ്റ് ആൻസർ. ഫൈൻഡ് ദ ഡിജിറ്റ് ഇൻ ദ യൂണിറ്റ് പ്ലേസ് ഓഫ് 61/23 ഇൻറ്റു 14/9 ഇൻറ്റു 127/18. അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് കാണുക. ആദ്യം ഓരോ നമ്പറിൻ്റെയും യൂണിറ്റ് ഡിജിറ്റ് കാണണം. തുടങ്ങാം. 61/23 നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1056. ഇതിലേതെങ്കിലും നമ്പർ ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ട് വരുന്ന നമ്പറിൻ്റെ
എത്ര വലിയ പവർ എടുത്താലും അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് ആ നമ്പർ തന്നെ വരിക. അപ്പോൾ 61ൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 1056 1. ഇപ്പോൾ ഈ 61ൻ്റെ എത്ര വലിയ പവർ എടുത്താലും അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 1 തന്നെയായിരിക്കും. അടുത്തത് 14⁹9. 14⁹9 ഒന്ന് ഓർത്ത് വെക്കുക, 4 ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ട് വരുന്ന നമ്പറിൻ്റെ പ്രത്യേകത അതിൻ്റെ പവർ ഓഡാണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 4 തന്നെയായിരിക്കും. അതിൻ്റെ പവർ ഈവൺ ആണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 6 ആയിരിക്കും. 4 ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ട് വരുന്ന നമ്പേഴ്സിൻ്റെ പവർ ഓഡാണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 4 ഈവൺ ആണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 6. അപ്പോൾ മുകളിലേക്ക് നോക്കിയാൽ 14⁹9 4 ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ട് വരുന്ന നമ്പറിൻ്റെ പവർ ഓഡ് നമ്പറാണ്. ഓഡ് നമ്പർ ആണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 4 തന്നെ. അടുത്ത 127�18. അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് ആരാന്ന് കാണണം. 7 നമ്പറായിട്ട് വരുന്ന സംഖ്യകളുടെ എത്ര വലിയ പവർ എടുത്താലും അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് കാണാനൊരു ഐഡിയ ഉണ്ട്. ആ പവറിനെ 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്രയാന്ന് നോക്കുക. പവർ 18. 18നെ 4 കൊണ്ട് ഹരിച്ചാൽ എത്രയാ ശിഷ്ടം? 4 4 4 4 16 ശിഷ്ടം 2. ആ പവറിനെ 4 കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം കാണുക. 18നെ 4 കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം 2. അങ്ങനെയാണെങ്കിൽ 7² ലാസ്റ്റ് ഡിജിറ്റ് ആയിരിക്കും അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് വരിക. 7² 49. അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 9. അപ്പോൾ ഇയാളുടെ ലാസ്റ്റ് ഡിജിറ്റ് 9. ഇനി നമ്മളോട് ഇവരുടെ പ്രൊഡക്റ്റിൻ്റെ ലാസ്റ്റ് ഡിജിറ്റാണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റുകളുടെ പ്രൊഡക്റ്റ് കണ്ടാൽ മതി. ഒന്നാമത്തേൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 1, അടുത്തതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 4, അടുത്തതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 9. അപ്പോൾ ടോട്ടൽ ലാസ്റ്റ് ഡിജിറ്റ് 1 4 4 4 9 36. 36ൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 6 ആയിരിക്കും വരിക. ഓപ്ഷൻ ഡി. ഇതാണ് ഐഡിയ. യൂണിറ്റ് ഡിജിറ്റുകളുടെ ചോദ്യം. അടുത്ത് 112 115 120 125 140. അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്പർ ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ റൂളൊന്ന് മനസ്സിലാക്കി വെക്കുക. ജസ്റ്റ് പവർ ബേസ് ചെയ്ത് പോയാൽ മതി. ഡിഫറൻസ് നോക്കാം ആദ്യം. 112 കഴിഞ്ഞു 115ലേക്ക് പോകണമെങ്കിൽ 3 കൂട്ടണം. 115 കഴിഞ്ഞു 125ലേക്ക് എത്തണമെങ്കിൽ 10 കൂട്ടണം. 125 കഴിഞ്ഞ് 140ലേക്ക് എത്തണമെങ്കിൽ 15 കൂട്ടണം. അപ്പോൾ അവിടുത്തെ ഐഡിയ ഈ 3 എങ്ങനെ വന്നു നോക്കുക. 3 എന്ന് പറഞ്ഞാൽ ശരിക്കും 2² - 1. 2² 4 - 1 3. 10 എന്ന് പറഞ്ഞാൽ ശരിക്ക് 3² + 1. 3² 9 + 1 10. അടുത്തത് 15 എന്ന് പറഞ്ഞാൽ ശരിക്കും ആരാ നോക്കുക. 15 എന്ന് പറഞ്ഞാൽ ആരാ വരുന്നത്? 15 എന്ന് പറഞ്ഞാൽ 4² - 1. 4² എന്ന് പറഞ്ഞാൽ 16 ആണ്. 16 1 കുറച്ചാൽ എത്രയാ? 15 കിട്ടുക. അപ്പോൾ അടുത്തത് ആരായിരിക്കും? ഈ ഓർഡറിൽ പോവുകയാണെങ്കിൽ അടുത്തത് 5² + 1. 5² + 1 എന്ന് പറഞ്ഞാൽ 25 + 1 26 ആണ് ഇവിടെ കൂടുക. 140നോട് 26 കൂട്ടിയാൽ എത്രയാ കിട്ടുക? 166 കിട്ടുക. ഓപ്ഷൻ ഡി. 166 കിട്ടുക. ഓപ്ഷൻ ഡി ഇസ് റൈറ്റ് ആൻസർ. ഇതാണ് ഐഡിയ. ഇനി ചില ആളുകൾ വേറെ രീതിയിലും ചെയ്തിട്ടുണ്ടായിരിക്കും. അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്താം? ചാലഞ്ച് ചെയ്ത് നോക്കാം. 112 115 125 140. ആദ്യം 3, അടുത്തത് 10, അടുത്തത് 15. ഇവിടുത്തെ റിമൈൻഡർ ശിഷ്ടം അല്ലെങ്കിൽ ഡിഫറൻസ് നോക്കുക. 3നോട് 7 കൂട്ടിയാലാ 10. 7നോട് 10നോട് 5 കൂട്ടിയാലാ 15. അപ്പോൾ 7 5 കഴിഞ്ഞാൽ പിന്നെ അടുത്ത് 3 ആവും കൂട്ടുക. 15നോട് 3 കൂട്ടിയാൽ 18. 140നോട് 18 കൂട്ടിയാൽ 100 എത്രയാ കിട്ടുക? 140ഉം അതിലേക്ക് എത്തൂല. 15ഉം 3 അല്ലേ? 18 അതിലേക്ക് എത്താനുള്ള സാധ്യതയില്ല. അതന്നെ മതിയായിരിക്കും. മറ്റേതൊരു രീതിയിലും കൂടെ ചെയ്യായിരുന്നു. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. എന്തായാലും ഇത് തന്നെയായിരിക്കും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കും. ഓപ്ഷൻ ഡി 166 ആയിരിക്കും ഉത്തരം കിട്ടുക. ഈ മൈനസ് ചെയ്ത് പോയിട്ട് ഡിഫറൻസ് നോക്കിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഉത്തരത്തിലേക്ക് എത്താം. അടുത്ത് ഡി ഈസ് ദ ബ്രദർ എ. ഡി ഈസ് ദ സൺ ഓഫ് ഡി ഈസ് ദ ബ്രദർ എ. ഡി ഈസ് ദ സൺ ഓഫ് സി. ബി ഈസ് സീസ് ഫാദർ. വാട്ട് ഈസ് എ ഓഫ് ബി? ഇതിന് കറക്റ്റായിട്ടുള്ള ആൻസർ ഇല്ല. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഡി എന്ന് പറയുന്നത് എൻ്റെ ബ്രദറാ. ഡി എന്ന് പറയുന്നത് എൻ്റെ ബ്രദറാ. എൻ്റെ ബ്രദറാണ് ആര്? ഡി. ഡി ഈസ് ദ സൺ ഓഫ് സി. സീൻ്റെ സണ്ണാണ് ആരെന്ന് പറഞ്ഞിട്ടുണ്ട്? ഡി എന്ന് പറയുന്നുണ്ട്. അടുത്ത് ബി ഈസ് സീസ് ഫാദർ. സീൻ്റെ ഫാദർ ആണ് ആര്? ബി. ബി എന്ന് പറഞ്ഞാൽ സീൻ്റെ ഫാദർ ആണെങ്കിൽ ബീൻ്റെ സണ്ണായിരിക്കും ആര് വരിക? സി വരിക. അപ്പോൾ ബീൻ്റെ സണ്ണാണ് സി. സീൻ്റെ സണ്ണാണ് ഡി. ഡീൻ്റെ ബ്രദറാണ് എ. അപ്പോൾ എന്താണെന്ന് പറയാം? ഇയാൾ ആരാ? മുത്തശ്ശനാ വരിക. ബി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഉത്തരം പറയായിരുന്നു. വാട്ട് ഈസ് എ ഓഫ് ബി? അതായത് ബിക്ക് എ ആരാണെന്ന് ചോദിക്കുകയാണ് ഇവിടെ ചോദ്യത്തിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് ബിക്ക് എ ആരാന്നാണ്. ബിക്ക് എ ആരാന്ന് ചോദിച്ചാൽ ചെറുമകനാകാം ചെറുമകളാകാം. ആരാന്ന് ഉറപ്പില്ല.
ഗ്രാൻഡ് സണ്ണും ആകാം, ഗ്രാൻഡ് ഡോക്ടറും ആകാം. ഇവിടെ കറക്റ്റായിട്ട് എന്താണെന്നുള്ളത് പറഞ്ഞിട്ടില്ല. മകനാണോ മകളാണോ എന്നുള്ളത് കറക്റ്റായിട്ട് സ്പെസിഫിക് ആയിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ എ ബീൻ്റെ ആരാന്ന് ചോദിച്ചാൽ ബി എന്തായാലും ഇപ്പം മുത്തശ്ശനാവും. പല ആളുകളും മുത്തശ്ശൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും ഗ്രാൻഡ് ഫാദർ. അത് ചോദ്യം അങ്ങനെയല്ല. എക്ക് ബി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ മുത്തശ്ശൻ എന്ന് കൊടുക്കായിരുന്നു. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ബീൻ്റെ ആരാണ് എ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ചെറുമകൻ എന്നോ പറയാം, അല്ലെങ്കിൽ ചെറുമകൾ എന്നോ പറയാം. അവിടെ കറക്റ്റായിട്ട് ജെൻഡർ സ്പെസിഫൈഡ് അല്ലാത്തത് കൊണ്ട് തന്നെ ഈ രണ്ട് ആൻസറിൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. നൺ ഓഫ് ദീസിലേക്ക് പോകാൻ പറ്റില്ല. നൺ ഓഫ് ദീസ് പറഞ്ഞാൽ ഇവയൊന്നുമല്ല എന്നുള്ള ഓപ്ഷൻ അല്ലേ. ഇവയൊന്നുമല്ല എന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ. ഗ്രാൻഡ് സണ്ണോ ഗ്രാൻഡ് ഡോക്ടറോ ആകാം. അപ്പോൾ അത് ക്യാൻസൽ ആയിരിക്കും മിക്കവാറും. ആ ചോദ്യം ക്യാൻസൽഡ് ആയിരിക്കും. അടുത്ത്, എ ഡയറക്ഷൻ പോൾ വാസ് ഓൺ ദ ക്രോസിംഗ് ഡ്യൂ ടു ആൻ ആക്സിഡൻറ്റ്. ദ പോൾ ടേൺ ഇൻ എ സച്ച് എ മാനർ ദാറ്റ് ദ പോയിന്റർ വിച്ച് വാസ് ഷോയിങ് ഈസ്റ്റ് സ്റ്റാർട്ടഡ് ഷോയിങ് സൗത്ത്. ബേസ്ഡ് ഓൺ ദ ന്യൂ പോയിന്റർ രമേശ് വെൻ ടു ദ വെസ്റ്റ്. ഇൻ വാട്ട് ഡയറക്ഷൻ വാസ് ഹി ആക്ച്വലി ട്രാവലിംഗ്? ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കാം. എന്താ ഐഡിയ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ആദ്യം ചോദ്യം ഒന്ന് മനസ്സിലാക്കുക. ഡയറക്ഷൻ ഒന്ന് വരച്ചു നോക്കാം. ആ ചോദ്യത്തിൽ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാക്കാവുന്നൊരു ചോദ്യമാണ്. പല ആളുകളും പല രീതിയിൽ ചിന്തിക്കും. നോർത്ത് ഇയാളാണ്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. നമ്മളോട് പറഞ്ഞത് ഒരു ആക്സിഡൻറ്റ് നടന്നിട്ട് ഒരു ഡയറക്ഷൻ്റെ പോൾ തിരിഞ്ഞുപോയി. എന്താ പറഞ്ഞത്? ഈസ്റ്റ് സ്റ്റാർട്ടഡ് ഷോയിങ് സൗത്ത്. ഈസ്റ്റ് കാണിക്കുന്നിടത്ത് ഇപ്പോൾ സൗത്താണ് ഉള്ളത്. അപ്പോൾ ഇത് സൗത്ത് ആണെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളത് എന്തായാലും നോർത്ത് ആയിരിക്കും. ഇനി ഇതിൽ രണ്ടാൾ വെസ്റ്റോ ഈസ്റ്റോ ആരോ ഒരാളാണ്. നമുക്കറിയാം നോർമലായിട്ട് സൗത്ത് നിന്ന് ക്ലോക്ക് വൈസ് 90 ഡിഗ്രി തിരിഞ്ഞാലാണ് എന്തിലേക്ക് എത്തുക? വെസ്റ്റിലേക്ക് എത്തുക. അപ്പോൾ ഇപ്പോൾ സൗത്ത് ഇവിടെയാണ്. സൗത്ത് നിന്ന് 90 ഡിഗ്രി ക്ലോക്ക് വൈസ് തിരിഞ്ഞാലാണ് ഇവിടേക്ക് എത്തുക, വെസ്റ്റിലേക്ക്. അപ്പോൾ ഇയാളാണ് വെസ്റ്റ്. ഇയാൾ ആരായിരിക്കും? ഇത് വെസ്റ്റ് ആണെങ്കിൽ പിന്നെ ഇയാൾ ഈസ്റ്റ്. ഇനി നമ്മളോട് പറഞ്ഞത് രമേശ് വെസ്റ്റിലേക്ക് നടന്നു. ഇപ്പം രമേശ് വെസ്റ്റിലേക്ക് നടന്നു എന്ന് പറഞ്ഞാൽ അത് മുമ്പ് എവിടെയായിരുന്നു? സൗത്തിലായിരുന്നു. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അതാണ് കറക്റ്റായിട്ടുള്ള രീതി. സെറ്റ്, കുഴപ്പമൊന്നുമില്ല. അടുത്ത്, ഈ 15th August 2026 വാസ് മൺഡേ. വാട്ട് ഡേ ഓഫ് ദ വീക്ക് വാസ് ഓൺ 25th December 2026? അതായത് ഓഗസ്റ്റ് 15, 2026 എന്ന് പറയുന്നത് മൺഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 25th December നോക്കണ്ട. ശരിക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാസ് NJD എന്ന് പറയുന്ന കോഡൊക്കെ ഇട്ടിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഒന്ന് നോക്ക് എന്തായിരുന്നു അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ പറയുന്നത് സെപ്റ്റംബറും ഡിസംബറിൻ്റെയും ദിവസങ്ങൾ ഒരുപോലെ വരും. അതായത് സെപ്റ്റംബർ 25 എന്ന് പറഞ്ഞാലും അതേ കൊല്ലത്തെ ഡിസംബർ 25 എന്ന് പറഞ്ഞാലും സെയിമാ. അപ്പോൾ 15th August 2026 എത്രയാണെന്ന് നോക്കിയിട്ട് നമുക്ക് കണ്ടെത്തേണ്ടത് 25th December 2026. ഒരു കൊല്ലത്തെ ഡിസംബർ മാസത്തെയും അതുപോലെ തന്നെ സെപ്റ്റംബർ മാസത്തെയും കലണ്ടർ ഡേറ്റ് ഒരുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ 2026 ഡിസംബർ 25 കാണുന്നതിന് പകരം 2026 സെപ്റ്റംബർ 25 എത്രയാണെന്ന് നോക്കിയാലും കറക്റ്റ് ഡേയാണ് കിട്ടുക. എങ്ങനെയാ ചെയ്ത് നോക്കാം. ഇവിടെ എത്ര ഗ്യാപ്പ് ഉണ്ട് നോക്ക്. 15 മുതൽ 25 വരെ എത്ര ഗ്യാപ്പ് വരുന്നുണ്ട്? 15 ഓഗസ്റ്റ് 31 ഉള്ളതുകൊണ്ട് 16 ദിവസം അവിടെ വന്നു ഓഗസ്റ്റിൽ. പിന്നെ സെപ്റ്റംബറിൽ ഒരു 25ഉം 16 25ഉം കൂട്ടിയാൽ 41. 41ൻ്റെ ഓഡ് ഡേയ്സ് കാണുക. അതായത് 41നെ 7 കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം കാണുക. 41ൽ എത്ര ഏഴാ? 6 അല്ലേ? 41ൽ എത്ര ഏഴാണ്ടാവുക? 5 7 5 7 35, ശിഷ്ടം 6. അപ്പോൾ ഈ മണ്ടേനോട് 6 ദിവസം കൂട്ടിയ ഉത്തരം കിട്ടും. മണ്ടേനോട് 6 ദിവസം കൂട്ടിയ സൺഡേ. ഉത്തരം ഓപ്ഷൻ ബി. ഇതാണ് സാർ. അപ്പോൾ അതാണ് ഐഡിയ. ആ രീതിയിൽ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അത്യാവശ്യം കുഴപ്പിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കണം. ചില ചോദ്യങ്ങളൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇത് അത്യാവശ്യം ഹാർഡായിട്ടുള്ള ചോദ്യമാണ്. എക്സാമ്പിൾ വെച്ചിട്ട് ചെയ്താലേ ഉത്തരത്തിലേക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇയാൾ സിമ്പിളായിട്ടുള്ള ചോദ്യമായിരുന്നു. ഇത് അത്യാവശ്യം ടഫായിട്ടുള്ളതാണ്. പലർക്കും എത്താൻ ബുദ്ധിമുട്ടായിട്ടുണ്ടായിരിക്കും. ഇത് ആ സീരീസ് അറിയുന്നവർക്ക് എളുപ്പമാണ് ചെയ്യാനായിട്ട്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമായിരുന്നു. വലിയ കുഴപ്പമില്ലാത്ത ചോദ്യമാണ്. ഇതും സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. AP-യിലുള്ളതും വളരെ സിമ്പിളായിട്ടുള്ളതാണ്. ഇത് ആ ഐഡിയ എന്താണ്, ഫിഗർ എന്താണെന്ന് മനസ്സിലാക്കുന്നവർക്കായിരിക്കും കുറച്ച് പ്രശ്നം വരിക. പിന്നെ ടൈം ആൻഡ് വർക്കിൻ്റെത് സിമ്പിളാണ്. ഇത് ചിലപ്പോൾ IT ഒക്കെ അറിയുന്ന ആളുകൾക്ക് പലരും തെറ്റിച്ചിട്ടുണ്ടായിരിക്കും ഓപ്ഷനൊക്കെ. അതൊന്ന് ജസ്റ്റ് നോക്കാം. ഇത് ക്യാൻസൽഡ് ആയിരിക്കും മിക്കവാറും. ഇതും സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഡയറക്ഷൻ വളരെ സിമ്പിളാണ്. ഇയാളൊക്കെ സിമ്പിളായിട്ടുള്ള തന്നെയാണ്. യൂണിറ്റ് ഡിജിറ്റ് ചിലവർക്ക് പണിയായിരിക്കും. ഇതും കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരു
4-5 ക്വസ്റ്റ്യൻസ് അത്യാവശ്യം ടഫുള്ള ആളുകളുണ്ട്, അല്ലെങ്കിൽ ടഫുള്ളുണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻസ് എന്തായാലും ഡിലീറ്റ് ആയി പോവും, അല്ലെങ്കിൽ ക്യാൻസൽഡ് ആയി പോവും, ചാലഞ്ചിങ് ഒക്കെ വരും. അപ്പോൾ അത്യാവശ്യം ഒരു 10 to 15 ഇടയിലൊക്കെ മാർക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ടാവും. എന്തായാലും നോക്കുക. അപ്പോൾ കുഴപ്പമില്ല, എന്തായാലും നോക്കുക. നീ കിട്ടിയ മാർക്കുകളും കാര്യങ്ങളൊക്കെ എത്രയാണെന്നുള്ള കാര്യങ്ങളൊന്ന് പറയാം. അപ്പോൾ നിർത്തുന്നു. താങ്ക് യു.